അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? അപ്പോൾ നമ്മുടെ മഴക്കാലമല്ലേ, മഴക്കാലത്ത് രാത്രിയിൽ ഒരു സ്വല്പം കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ ഉണ്ടല്ലോ വയറിന് ഒരു സുഖം, ഉറങ്ങാനും ഒക്കെ ഒരു വെക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് കഞ്ഞിയും പയറുമാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മളിത് മുട്ടയരി അതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് അളവിൻ്റെ പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഒരു അര അല്ലെങ്കിൽ മുക്കാൽ പാത്രം നമ്മുടെ പയറും എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, വളരെ ഒരു കുറച്ച് ക്വാണ്ടിറ്റി. ഇതിൻ്റെ കൂടെ തന്നെ ചിലർ വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി അല്ലിയും കൂടെ ഇടുകയും ചെയ്യും. അപ്പം നമ്മൾ ആ വെളുത്തുള്ളി അല്ലി ഇടുന്നില്ല, അല്ലാതെ ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കുക്കറിലാണ് നമ്മളിത് വെക്കുന്നത്. അപ്പം നമ്മുടെ അരിയും പയറും ഉലുവയും എല്ലാം നല്ല രീതിയിൽ കഴുകിയെടുക്കണം. അപ്പം അന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഈ അരിയും പയറും ഉണ്ടല്ലോ നന്നായിട്ട് നല്ല തിരുമി കഴുകിയെടുക്കണം. നമ്മളിപ്പോൾ പാക്കറ്റിൽ അരി വാങ്ങിക്കുകയാണെങ്കിൽ അതിലെല്ലാം പൊടി കാണാൻ സാധ്യതയുണ്ട്, പയറിലും എല്ലാം. അപ്പം നന്നായിട്ട് ഒരു 3-4 തവണ അത് തിരുമി കഴുകിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളവിടെ അരി പയറൊക്കെ നല്ല വൃത്തിക്ക് കഴുകി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇരട്ടി വെള്ളം എടുക്കുക. നമ്മൾ എടുക്കുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റിക്ക് 3 ഇരട്ടി വെള്ളം. പിന്നെ വേറെ ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന അരിയുടെ വേവും പയറിന്റെ വേവും സംഭവം ആണത്. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് വേണം. പിന്നെ നമ്മുടെ കുക്കറിന്റെ അതെ കപ്പാസിറ്റി എല്ലാം ഇതിനകത്ത് ബാധകമാണ്. നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചേക്കാവേ. നമ്മളിത് നല്ല 2 വിസിൽ, അതായത് വലിയ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് സിമ്മി ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡിയാവും. അപ്പൊ ഓരോ ആൾക്കാരും ഉപയോഗിക്കുന്ന രീതിയിൽ അരിയുടെ വേവൊക്കെ അനുസരിച്ച് ഇപ്പൊ നമ്മള് സാധാരണ മിക്ക വീടുകളിലും കുക്കറിലാണല്ലോ. പിന്നെ വെള്ളേരിയ ഉപയോഗിക്കുന്നെങ്കിൽ ഇത്ര നേരം വേണ്ട, ഒരു വിസിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഒരു മിനിറ്റ് കൂടെ ഒന്ന് സിമ്മി ചെയ്തിട്ട് കഴിഞ്ഞാൽ അതാവുന്നേ. അപ്പം പക്ഷെ ചെറുപയറിന്റെ വേവും കൂടെ ഒന്ന് നോക്കണം. ഇപ്പൊ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലേ, അപ്പൊ ഇത് ഇങ്ങനെ ഇരുന്നങ്ങട്ട് കഞ്ഞി ഒന്ന് വേഗണം. വെന്ത് അത് നന്നായിട്ട് വേണം. നമുക്ക് വേറെ 2 ചേരുവകളോട് നമുക്കിത് ചേർക്കാം. നമ്മുടെ കഞ്ഞി ആണ്ട് അവിടെ വെന്ത് റെഡിയായി വരുന്നു. അപ്പൊ അതിനെ നമുക്ക് ഒരു കഞ്ഞിക്കൊരു ചെറിയൊരു ചമ്മന്തി, അത് നമുക്ക് നമ്മുടെ ചുമന്ന മുളക് വെച്ച് നമുക്കൊന്ന് വറുത്ത് എടുക്കാം. നമ്മൾ ചുട്ടല്ല എടുക്കുന്നത്. ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ അടുപ്പൊക്കെ വേണം. അപ്പൊ നമുക്കിപ്പോൾ അടുപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ അത് എണ്ണ നമ്മൾ വെച്ച് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണക്കകത്തോട്ട് നമ്മുടെ മുളക് ഇടുമ്പം ഒന്ന് മുറിച്ചിട്ടേക്കുക. ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴേ എന്നിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഇച്ചിരി ഉപ്പും എല്ലാം കൂടെ ചേർത്ത് പിടുത്തം കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ വായിൽ വെള്ളം വരുന്നത്. ഇപ്പം തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് മൂത്ത പോകണ്ട, മൂത്ത് കറക്കണ്ട. അതിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു പച്ച എഫക്ട് മാറി നമുക്ക് ഇങ്ങനെ പിടിച്ചാല് പൊടിഞ്ഞു വരും. കൈവച്ച് വേണമെങ്കിലും ഉടച്ച് നമുക്ക് മിക്സിയിലൊന്നും കടിക്കുകയും ചെയ്ത് ഇടിയൻ്റെ ഇടിച്ചെടുക്കുക. അതുപോലെ അതിന്റെ ആ ഒരു സ്വാഭാവികമായ ഇടിയൻ്റെ അകത്ത് ഇടുക, അല്ലെങ്കിൽ കൈവച്ച് പൊടിക്കുക, എന്തെങ്കിലും എന്താണേലും കൊള്ളാം. നമ്മൾ മിക്സിയിലിട്ട് ഇടിക്കുന്നതിനെല്ലാം നല്ല ടേസ്റ്റ്. പിന്നെ അതിന്റെ കൂടെ ഒരു ചുട്ട പപ്പടവും. എന്താ സംഭവം, രാത്രിയിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഈ മഴയത്തൊക്കെ നമുക്ക് അധികം പണിയൊന്നും അടുക്കളയൊന്നും ചെയ്യാൻ വേണ്ട. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട്, ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മൾ മുളകല്ലാതെ വറുത്ത് കോരി നമ്മുടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടാവേ. ഇപ്പം നമ്മൾ ഒരു 5-6 മുളകുകൾ നമ്മൾ എടുത്തത്. അതിന്റെ നമ്മളുണ്ടല്ലോ മുളക് പൊട്ടിച്ചിട്ട് കാരണം അതിന്റെ അരിയൊക്കെ എണ്ണയിൽ വീഴും. അപ്പൊ അത് എരിവ് ആവശ്യമുള്ള അത്ര നമുക്ക് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതയ്ക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇത് വെച്ചിട്ട് ചതക്ക് ആദ്യത്തെ ആ മുളക് വെച്ചിട്ട് തന്നെ ഇതിപ്പോ നന്നായിട്ട് വറന്നുകൊണ്ടുണ്ടല്ലോ, നമുക്ക് അധികം സ്ട്രെയിൻ വേണ്ട. കൈവച്ച് വേണേലും പൊടിഞ്ഞു കിട്ടും. അതെ, തിരുമെടുക്കാം. അപ്പൊ ഇതിനെ ഉണ്ടല്ലോ ഇനി എണ്ണ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാര്യം നമ്മൾ എണ്ണയിൽ വറുത്തെടുത്ത് നമ്മൾ കനലിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണ അഡീഷണൽ ചേർക്കാം. നമുക്ക് ഇപ്പൊ കനലില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കനലിൽ ചുട്ടത് നല്ല, അതാണ് ടേസ്റ്റ്. അപ്പൊ ഇതൊന്ന്
ഒരുപാടങ്ങ് ചതഞ്ഞ് പോകണ്ട. ആ ഉള്ളി ഉണ്ട് നമുക്കിങ്ങനെ കിടക്കണം ഒന്ന്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് വെച്ച് ചെയ്യാനായി ഇച്ചിരി പാടാണ്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി അടിപൊളിയായിട്ട് നമ്മൾ റെഡിയായി. നമ്മൾ ചതച്ച് നല്ല സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിയും തയ്യാറായിട്ടിരിക്കുക കേട്ടോ. എന്താ പറയുക, ആവി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പപ്പടം. അപ്പോൾ പപ്പടം നമുക്ക് കനലിൽ ചുട്ടെടുക്കാൻ കനലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നമ്മുടെ നാടൻ പപ്പടമല്ല കേട്ടോ, ഇത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ടൈപ്പ് പപ്പടമാണ്. അപ്പോൾ ഇവിടെ വിത്തുകാരൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഇതാണ്. ഇങ്ങനെ ദോശക്കല്ല അങ്ങോട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ പിടിക്കും. നമുക്കിവിടെ അടുപ്പില്ലല്ലോ, അത് കാരണം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പ പരിപാടിയാണ്. എണ്ണയും വേണ്ട. ഇതിങ്ങനെ നമ്മൾ ചുട്ടെടുത്ത ആ ഒരു എഫക്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അതെ, നല്ല ഇതാ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു പപ്പടം ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതൊരു നെറ്റ് പോലത്തെ ഒരു സാധനമുണ്ട് ഈ പപ്പടം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഗ്യാസ് ഉപയോഗിക്കുമ്പോഴേ അതിന്റെ ഒരു മണം കൂടെ അതിൻ്റെ അകത്തോട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്കിത് തന്നെ തിരിച്ചിടുക. അപ്പം നല്ല അടിപൊളിയായി. ചുമ്മാ വെച്ചാൽ ആകത്തില്ല കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മൾ, എന്നാലേ ആകത്തുള്ളൂ. ഇത് നമ്മുടെ നാടൻ പപ്പടം ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ കുരുമുളകൊക്കെ ചേർത്ത പപ്പടമാണ് ഇത്. നമ്മളിപ്പോൾ ഇത് എണ്ണയിലിട്ട് വറുത്താലും ഉണ്ടല്ലോ, ഇത് പൊങ്ങത്തില്ല. ഒരു പരിധിക്ക് മേളിൽ ഇപ്പം നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബാക്കി പപ്പടം കൂടെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ പപ്പടമല്ല നമ്മൾ ചുട്ട് നല്ല അടിപൊളിയാക്കി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കഞ്ഞി തുറക്കാം അല്ലേ? ഇത് ചൂടുണ്ട്. കഞ്ഞിക്ക് അതിനായിട്ട് അതിന്റെ വെയിറ്റ് എല്ലാം പോയതാണ്. പക്ഷേ വെയിറ്റ് എല്ലാം ദോശക്കഞ്ഞി ചൂടുണ്ടായിരുന്നു. അപ്പൊ അതെ, നമ്മുടെ കഞ്ഞി നല്ല അടിപൊളിയായിട്ടുണ്ട്. സംഭവം ആവശ്യത്തിന് വെള്ളമുണ്ട്, വെള്ളം ഒട്ടും കുറവുമില്ല. എന്നാൽ നമുക്ക് അത് ഈ തുറന്നു നോക്കുമ്പോഴേ വെള്ളം കുറവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാൽ മതിയേ, അത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങാപ്പീര കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തില്ലെങ്കിലും ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല. ചിലര് തേങ്ങാപ്പീരും കുറച്ച് ജീരകം ഒക്കെ ചേർക്കുന്നവരുണ്ട്, ജീരകക്കഞ്ഞി പോലെ. ഇതിൻ്റെ അത് ഇച്ചിരി കടുകൊക്കെ വറുത്തൊക്കെ ചേർക്കുന്നവരുണ്ട്. നമ്മുടെ മുളകൊക്കെ ഇത് ഉള്ളിയൊക്കെ താളിച്ച് അല്ലേ, അങ്ങനെ ചേർക്കുന്നവരുണ്ട് കേട്ടോ. അതൊരു ടേസ്റ്റാണ്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അതൊരു ടേസ്റ്റാണ് സംഭവം. പക്ഷെ നമ്മളിപ്പം സിമ്പിൾ ആയിട്ടുള്ള സംഭവം ഇത് വളരെ എളുപ്പം, ആർക്കും എളുപ്പം റെഡിയാക്കി എടുക്കാം. ഇത് ഈ തേങ്ങ ഇല്ലെങ്കിൽ കൂടി ഉണ്ടല്ലോ വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കത്തില്ല. അങ്ങനെ വേണം ചേർത്തെടുക്കാം. കാര്യം പലർക്കും പല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ചിലർക്ക് ഉപ്പില്ലാതെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ നമ്മൾ ഉപ്പ് കഴിക്കാൻ നേരം മാത്രം ചേർത്താൽ മതി. ഇപ്പൊ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല ചട്നി ചമ്മന്തി ഇതിന്റെ കൂട്ടത്തില് ചുട്ടരച്ച നമ്മുടെ നാടൻ പ്ലാവല വെച്ചിട്ടൊരു കുമ്പിള് കുത്തി ഒരു സ്പൂണും കൂടെ ആക്കിയിട്ട് കോരി കുടിക്കണം. അടിപൊളിയായിരിക്കും. അതായത് ഈ മഴക്കാലത്ത് നല്ല സുഖമാണ്. ഇപ്പം നമ്മുടെ വാർത്തയിലൊക്കെ കേട്ടായിരുന്നു എല്ലായിടത്തും ഭയങ്കര മഴയാണ്, മിക്കടുത്ത് സ്കൂളൊക്കെ മഴക്കാലത്തോടനുബന്ധിച്ച് വരുന്നൊരു പ്രശ്നമാണ് പനി. അപ്പം അതിന് ഏറ്റവും നല്ല പരിപാടി ദഹനത്തിനും എല്ലാം നല്ലത് ഇതാണ്. ഇങ്ങനത്തെ ഒരു കഞ്ഞി ഉണ്ടാക്കുക, അതെ, നല്ല കുത്തരിച്ചോറ് അല്ലെ, കുത്തരിയുടെ കഞ്ഞി, അതാണ് അതിന്റെ. പിന്നെ കുത്തരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതരി വെച്ചിട്ട് കിട്ടുന്ന ഇതിനനുസരിച്ചിരിക്കും. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി ഒന്ന് കുടിച്ച് നമ്മളെ മഴക്കാലമൊക്കെ ഒന്ന് ആസ്വദിക്കുക. രാത്രിയിൽ നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങുക അല്ലേ. അപ്പൊ എല്ലാവരും സുഖമായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പിന്നെ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ആ ബെല്ലൈക്കണും ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയാൻ നമുക്കും താല്പര്യമില്ല. അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുക, വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പം നമുക്ക് അടുത്ത വേറൊരു നല്ല എന്താ പറയുക അടിപൊളി ഒരു റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും നല്ല ചുട്ടരച്ച ചമ്മന്തിയോട് കൂടി കഞ്ഞിയും പപ്പടും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.